കണ്ണൂരിൽ CPM നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫായിദ സഹകരണ സംഘത്തിനെതിരായ ആരോപണത്തിൽ വിശദീകരണവുമായി ഭരണസമിതി. ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല. ഓഹരികളായാണ് പണം സ്വീകരിച്ചത്. 6,913 ഓഹരികളിൽ നിന്നായി 17 ലക്ഷം രൂപയാണ് ലഭിച്ചത്. സെപ്റ്റംബറിൽ ഓഹരി ഉടമകളുടെ യോഗം വിളിക്കുമെന്നും ഭരണസമിതി വ്യക്തമാക്കി. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സൈഫുള്ള, നിക്ഷേപകന്റെ പരാതിക്ക് പിന്നാലെ പണം തിരികെ നൽകുന്നതൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് ഭരണസമിതിയുടെ വിശദീകരണം? അനീഷ, അങ്ങനെ വിവാദങ്ങൾ ഉയർന്ന 5-ാം ദിവസമാണ് ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം CPMന്റെ നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫായിദ സഹകരണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മയിൽ സ്വദേശി പരാതിയുമായി രംഗത്തെത്തിയത്. ആ ദിവസം വാർത്തയായപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പണം തിരികെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണത്തിനും സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിരുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ വിശദീകരണം പുറത്തിറക്കിയത്. ആരിൽ നിന്നും പുറമേ നിന്ന് നിക്ഷേപം സ്വീകരിച്ചില്ല എന്നാണ് നിലവിലെ പ്രസിഡന്റ് പറയുന്നത്. മറിച്ച് ഓഹരികളിൽ നിന്നായി 6,913 ഓഹരി ഉടമകളിൽ നിന്നായി 17,28,250 രൂപയാണ് ലഭിച്ചത്. അതിൽ ഓഫീസ് സജ്ജമാക്കാൻ വേണ്ടി 6,65,338 രൂപ ചിലവായി. ഇനി സെപ്റ്റംബറിൽ ഓഹരി ഉടമകളുടെ യോഗം വിളിക്കും. ആ യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. ഇതുവരെ ലഭിച്ച പണവും അതിന്റെ വരവ് ചിലവുകളൊക്കെ അവതരിപ്പിക്കും. മാത്രമല്ല, ഈ സഹകരണ സംഘവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. മറ്റ് ആരോപണങ്ങൾ ഉയർന്നതുപോലെ സ്ഥാപനം അടച്ചുപൂട്ടാനല്ല, ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോകും തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിലെ പ്രസിഡന്റ് അബ്ദുൽ കരീം ഒരു കുറിപ്പിലൂടെ പുറത്തിറക്കിയിട്ടുള്ളത്. ഓഹരി ഉടമകൾക്ക് ഇതിന്റെ പകർപ്പും നൽകിയിട്ടുണ്ട്. ഓഹരി ഉടമകൾക്ക് ഇനി സെപ്റ്റംബർ മാസത്തിൽ അവരെ ഒരു ഡേറ്റ് അറിയിച്ച് അവരുടെ വീടുകളിലേക്ക് കത്തയക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ യോഗത്തിൽ കണ്ണൂരിൽ അതിന്റെ ഒരു സ്ഥാപനമുണ്ട്, നിലവിൽ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ ഉടമകളുടെ യോഗം വിളിക്കും. ഈ യോഗത്തിൽ ഓഹരി ഉടമകൾക്ക് ഇതിന്റെ കണക്കുകൾ വ്യക്തമാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. അനീഷ, ശരി.